എല്ലാവർക്കും നമസ്കാരം. 2024 ഇറങ്ങിയ ഭരതനാട്യം സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടവർക്കൊക്കെ നല്ലൊരു അഭിപ്രായം തരുന്ന ഒരു സിനിമയാണ്. എല്ലാ തരത്തിലും പൂർണ്ണ തൃപ്തി തരുന്ന ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിലെടുത്ത നല്ലൊരു മനോഹരമായ ഒരു കോമഡി ഫാമിലി എന്റർടൈനർ. അതിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. തീർച്ചയായും അത് കാണണമെന്ന് തീരുമാനിച്ചു. അന്ന് ഫസ്റ്റ് ദിവസം തന്നെ കണ്ടു. മോഹിനിയാട്ടം, ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്നാണ് പൂർണ്ണമായ പേര്. സെയിം കഥ, സെയിം ഫാമിലിയുടെ മറ്റൊരു എപ്പിസോഡ് എന്ന് തന്നെ പറയാം. ആ ഫാമിലിയിൽ നടന്ന മറ്റൊരു കാര്യം എന്ന് തന്നെ പറയാം. കൃഷ്ണദാസ് മുരളി തന്നെയാണ് റൈറ്ററും സംവിധാനവും. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ട്രെയിലറിൽ തന്നെ ഏതാണ്ട് അറിയാമായിരുന്നു, ഒട്ടും നിലവാരം താഴ്ന്നു പോകാത്ത രീതിയിൽ തന്നെ ഈ സിനിമയിൽ പോകുമെന്ന് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ അനുഭവം കിട്ടി. എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പൂർണ്ണമായും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാമിലി കോമഡി എന്റർടൈനർ. പക്ഷെ രണ്ട് സിനിമകളും തമ്മിൽ എനിക്ക് ചെറിയ വ്യത്യാസം ഫീൽ ചെയ്തു. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഈ രണ്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ അതിന്റെ ഒന്നാം ഭാഗം തന്നെ പറയും. യാതൊരു സംശയമില്ല, ഒന്നാം ഭാഗം തന്നെ പറയും. അതൊരു ഫാമിലി, കുറച്ച് ഇമോഷണൽ കണ്ടന്റ് ഒക്കെ ചേർന്ന ഒരു ഫാമിലിയിൽ നടക്കുന്ന സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, ഈ സിനിമയിൽ പറയുന്നത് ഒരു ഡാർക്ക് കോമഡി, കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ഡാർക്ക് കോമഡി ടൈപ്പിലുള്ള ഒരു കഥയാണ്. ആ ഫാമിലിയിൽ നടക്കുന്ന ഒരു സിംഗിൾ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് നടക്കുന്ന കുറച്ച് പരിപാടികൾ മാത്രമാണ് ഈ സിനിമയ്ക്കകത്ത് പറയുന്നത്. മറ്റത് അങ്ങനെയല്ല. മറ്റത് പല പല ഇവന്റ്സ് എല്ലാം നടക്കുന്നുണ്ട്, കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഒന്നൊന്നായി ഓരോരോ സംഭവങ്ങളാണെങ്കിൽ ഇതിൽ അങ്ങനെയല്ല. ഇതിലൊരൊറ്റ സംഭവം, മഹത്തായ ഒരു സംഭവം ഈ കുടുംബത്തിൽ നടക്കുന്നു. ആ കുടുംബക്കാർ അതിനെ എങ്ങനെ പരിഹരിക്കുന്നു, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു എന്നൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. ഡാർക്ക് കോമഡി എന്ന് പറഞ്ഞാൽ ഇത്തിരി കടുത്ത ഒരു പരിപാടിയാണ്. കുടുംബത്തിൽ നടക്കുന്ന ഏറ്റവും ഗൗരവമായ കാര്യങ്ങളെ പോലും വളരെ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ മാത്രം ഈ സിനിമയിൽ സീരിയസ് ആയിട്ടുള്ള ഒരു രംഗവുമില്ല. എത്ര ഗൗരവകരമായ കാര്യമാണെങ്കിൽ പോലും വളരെ ഫലിതം നിറഞ്ഞ ഒരു രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭരതനാട്യ സിനിമയിൽ അങ്ങനെയല്ല. കുറച്ച് ഇമോഷണലി ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൽ ഒന്നുമേ സീരിയസ് അല്ല. ഏറ്റവും വലിയ കാര്യങ്ങൾ പോലും വളരെ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഒന്നും ഒരു പ്രശ്നമല്ല. അങ്ങനത്തെ രീതിയിൽ ഡാർക്ക് കോമഡിയുടെ ഒരു സൂപ്പർ എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ക്വാളിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ തുറന്നു പറയാം, എനിക്ക് പണ്ട് നമ്മൾ കുഞ്ചാക്ക ബോബന്റെ ഒരു ചന്ദാമാമ എന്നൊരു സിനിമ കണ്ടല്ലോ, ആ സിനിമ കാണുന്ന ഒരു മൈൻഡ്, ആ മൈൻഡോടുകൂടി ഈ സിനിമ കണ്ടാൽ നമുക്ക് ഏതാണ്ട് നല്ലൊരു എൻജോയിങ് എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ പോട്ടെ. ഡയറക്ഷൻ ഒരു ഇഞ്ച് പോലും, സ്റ്റൈല് ഒന്നാമത്തെ സിനിമയുടെ സെയിം സ്റ്റൈലിൽ തന്നെയാണ് രണ്ടാം സിനിമ എടുത്തിരിക്കുന്നത്. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിന്റെ സ്റ്റൈലും ഇഷ്ടപ്പെടും. എല്ലാവരും വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഒന്നിൽ വരുന്ന ആളുകൾ ഏതാണ്ട് ഇത്ര 2 വർഷം കഴിഞ്ഞിട്ട് പോലും അതേ പാറ്റേണിൽ തന്നെയാണ് അവർ അഭിനയിച്ചിരുന്നത്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും നമ്മുടെ വിനയ് ഫോർട്ടും കൂടെ ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ആ രണ്ടുപേരും കലക്കിയിട്ടുണ്ട്. എനിക്ക് സുരാജിന്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വിനയ് ഫോർട്ട് വന്നതിന് ശേഷം സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് കണ്ടു തന്നെ അറിയണം. അതുവരെ പോയ സിനിമ അല്ല വിനയ് ഫോർട്ട് വന്നതിന് ശേഷം. വിനയ് ഫോർട്ട് കുറച്ചേ ഉള്ളൂ. അത് വന്നതിന് ശേഷം സിനിമയ്ക്ക് മറ്റൊരു ചേഞ്ച് ഉണ്ടാവും. വളരെ കിടിലമായിട്ടുള്ള നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. പിന്നെ നല്ല രീതിയിൽ ഒരു എൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കഥയും കൊണ്ട്. അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും അടിപൊളിയാണ് അഭിനയം. പിന്നെ അതിൽ സുഭാഷ് എന്ന പേരിൽ വരുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യനെയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതൊരു ഞാൻ അധികം കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. എനിക്ക് കിടിലം സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഒന്നടങ്കം പൊളിച്ചടുക്കിയിട്ടുണ്ട് ഈ സിനിമയും. ഈ എന്തൊക്കെ പറഞ്ഞാലും ഇത് മസ്റ്റായിട്ട് ഒന്നാം ഭാഗം തിയേറ്ററിൽ അത്രയ്ക്ക് വിജയിക്കാതെ പോയൊരു സിനിമയാണ്. പക്ഷേ ഈ രണ്ടാം ഭാഗം ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കൊച്ചു പയ്യന്മാരെല്ലാം കൂടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അതൊക്കെ കാണാൻ ഇന്നും ആളുകൾ അവിടെ ഇടിച്ചിടിച്ച് കാണുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത്രയും നല്ല മനോഹരമായി എടുത്തൊരു ചെറിയ സിനിമയെ വിജയിപ്പിക്കണം എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഒരു പക്ക ഫാമിലി എന്റർടൈനറാണ്. വളരെ നീറ്റായിട്ട് കുട്ടികളോടുകൂടി കുടുംബസമേതം പോയിരുന്ന് നല്ല രീതിയിൽ ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മോഹിനിയാട്ടം, ഭരതനാട്യം 2 മോഹിനിയാട്ടം. അപ്പോൾ ശരിക്കും ഫാമിലിക്ക് ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ്. തീർച്ചയായും പോവുക, കാണുക, എൻജോയ് ചെയ്യുക.